രാജ്യങ്ങൾ അവരുടെ ശക്തി കേന്ദ്രമായിട്ട് ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമായി ചന്ദ്രനെ മാറ്റാൻ പോവുകയാണോ? അതായത് അമേരിക്ക കൂടുതൽ ആൾക്കാരെ ചന്ദ്രനിലേക്ക് ഇറക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇതിനു മുന്നേ നമ്മുടെ രാജ്യമായ ഇന്ത്യയും അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു, ചൈനയും ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചന്ദ്രൻ രാജ്യങ്ങളുടെ ശക്തി കേന്ദ്രമായി മാറ്റാൻ പോവുകയാണോ? എന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്? ചേട്ടാ, നമ്മള് ഈ ചന്ദ്രദൗത്യം, ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യ കാൽവെപ്പ് നടത്തി നീലാം സ്ട്രോങ് പറഞ്ഞത്, എനിക്കിതൊരു ചെറിയ കാൽവെപ്പ്, പക്ഷെ ഒരു മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അതൊരു ഈഗോ ക്ലാഷിന്റെ അനന്തരഫലമാണ്. കാരണം ഈ ചന്ദ്രനിൽ മനുഷ്യൻ പോയി ഇറങ്ങിയത് വാസ്തവത്തിൽ ശീതയുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഉണ്ടായ വലിയ കിടമത്സരം. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് ഒരാളെ ബഹിരാകാശത്ത് എത്തിച്ചു. അപ്പൊ അമേരിക്കയ്ക്ക് അത് സാധിച്ചില്ല. അപ്പൊ അമേരിക്കക്ക് വലിയ നാണക്കേടായിപ്പോയി. അപ്പൊ അവര് ബഹിരാകാശത്ത് എത്തിച്ചെങ്കിൽ ഞങ്ങൾക്ക് ചന്ദ്രനിൽ എത്തിക്കണം എന്ന് പറഞ്ഞ ആ വാശിപ്പുറത്താണ് അമേരിക്ക ഈ ബഹിരാകാശത്ത് അല്ലെങ്കിൽ ചന്ദ്രനില് മനുഷ്യനെ ഇറക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ്. ഒരുപക്ഷെ വലിയ അപകടം ഉണ്ടായേനെ. പക്ഷെ അത് അമേരിക്ക വിജയകരമായത് പൂർത്തിയാക്കി. 1969 നീലാം സ്ട്രോങ്ങും ബസ് ആൾഡ്രിനും അവിടെ ഇറങ്ങി. അപ്പൊ അതിനുശേഷം അത് അപ്പോളോ 11 എന്ന് പറയുന്ന ദൗത്യമാണ്. അതിനുശേഷം ഏതാണ്ട് 69 തുടങ്ങി 72 വരെ 6 ദൗത്യങ്ങളിലായിട്ട് 12 മനുഷ്യർ, അവരെല്ലാം അമേരിക്കൻ ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോളോ 11 മുതൽ അപ്പോളോ 17 വരെയുള്ള ദൗത്യങ്ങൾ, അതിൽ അപ്പോളോ 14 പരാജയപ്പെട്ടു. ബാക്കി എല്ലാ ദൗത്യങ്ങളും വിജയകരമായിരുന്നു. അവിടെ ഏതാണ്ട് 6 ദൗത്യങ്ങളിലായിട്ട് 12 പേർ, അവിടെ മനുഷ്യർ 12 മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുമുണ്ട്. അപ്പൊ ആദ്യകാലത്ത് നമ്മളുടെ ചന്ദ്രനില് നമ്മൾ അറിയാൻ ആഗ്രഹിച്ചത് ഈ ചന്ദ്രന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, ചന്ദ്രൻ എങ്ങനെ രൂപപ്പെട്ടു. ഒരു വലിയൊരു കൂട്ടിയിടിയുടെ ഫലമായിട്ട് ഭൂമിയും ചന്ദ്രനും ഉണ്ടായി എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ആ കൂട്ടിയിടി ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ചന്ദ്രനിൽ കാണുന്ന ജലസാന്നിധ്യത്തിന്റെ അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഇതൊക്കെയാണ് അറിയാൻ ആഗ്രഹിച്ചത്. ഇത് മാത്രമല്ല, ഈ ഭൂമിയും ചന്ദ്രനും ഒരേ സമയം രൂപപ്പെട്ടതാണെങ്കിലും ഭൂമി പിന്നീട് ഈ ഫലകങ്ങളുടെ സ്ഥാനമാറ്റം, അതായത് ആഫ്രിക്കൻ ഫലകം, അന്റാർട്ടിക്ക ഫലകം, യൂറേഷ്യൻ ഫലകം, ഇങ്ങനെ ഭൂമിയിലെ ഓരോ സ്ഥലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൂട്ടിയിടിയിൽ എങ്ങനെയാണോ ചന്ദ്രൻ രൂപപ്പെട്ടത് അതേ അവസ്ഥയിൽ തന്നെയാണ് ചന്ദ്രൻ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ 4.5 ബില്യൺ വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ ചന്ദ്രനിൽ സാധിക്കും. പക്ഷേ നമ്മൾ ഇന്നത്തെ ശാസ്ത്രത്തിൽ പ്രകാശവർഷം അകലെയുള്ള നക്ഷത്ര സമൂഹത്തിലെയോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിലെയോ അവിടെയുള്ള ചെറിയ ഘടകങ്ങളെ കുറിച്ച് പോലും ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇപ്പോ പഠിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ തൊട്ട് കൺമുമ്പിലുള്ള ചന്ദ്രനെ കുറിച്ച് അറിയാനായിട്ട് മനുഷ്യർ നേരിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യം തൽക്കാലം നമുക്കില്ല. കാരണം ഈ ഒരുപാട് സാങ്കേതിക വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ ചന്ദ്രദൗത്യം. ഒരുപാട് വെല്ലുവിളികളാണ്. ഒരുപക്ഷെ അപകട സാധ്യത വളരെയുണ്ട്. അതിനേക്കാളും പ്രശ്നം വലിയ ചെലവുമാണ്. എല്ലാ രാജ്യങ്ങൾക്കും അത്ര സാധ്യമല്ല ഒരു ചന്ദ്രദൗത്യം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. കാര്യം ഇപ്പോ അമേരിക്ക വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഫെബ്രുവരിയില് ആർട്ടമിസ് 2 എന്ന് പറയുന്ന അവരുടെ ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്. 4 സഞ്ചാരികളെയാണ് അവരതിനു വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഒന്ന് റെയ്ഡ് വെയ്സ്മാൻ, വിക്ടർ ഗ്രോവർ, ക്രിസ്റ്റീനിയ കോച്ച്, പിന്നെ ഒരു കനഡിയക്കാരൻ ജെറമി ഹാൻസൺ. അതിൽ ഈ വിക്ടർ ഗ്രോവറും ക്രിസ്റ്റീന കോച്ചും നേരത്തെ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളവരാണ്. അപ്പൊ ഈ 4 അംഗ സംഘത്തെയാണ് ഇപ്പൊ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ വഹിച്ചുകൊണ്ട് ആർട്ടമിസ് 2 എന്ന് പറയുന്ന പേടകം കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വരുന്ന ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ ഏപ്രിലിനുള്ളിൽ വിക്ഷേപണം നടത്തും എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇത് വലിയൊരു ചെലവേറിയ ഒരു പരിപാടിയാണ്. ഈ പറയുന്ന ദൗത്യത്തിൽ ഈ ആർട്ടമിസ് 2 എന്ന് പറയുന്ന പേടകത്തിന് വേണ്ടി മാത്രം 2 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇവർ ചെലവാക്കിയത്. ഈ ദൗത്യത്തിൽ മൊത്തത്തിൽ ആർട്ടമിസ് 1 എന്ന് പറയുന്ന ആളില്ലാ പേടകം 2022 വിക്ഷേപിച്ച് വിജയകരമായ ആ ദൗത്യം പൂർത്തിയാക്കിയതാണ്. അപ്പൊ അതിനടക്കം ഇതുവരെ 93 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇതുവരെ ചെലവാക്കിയത്. അപ്പൊ ഇത്രയും വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാര്യം മനുഷ്യൻ അവിടെ ചെന്ന് ഏതെങ്കിലും സാമ്പിൾ ശേഖരിച്ച്
എത്രയും വേഗം മടങ്ങി വരിക എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇനി തൊട്ട് ഈ ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾ ചന്ദ്രനിൽ തങ്ങാനായിട്ടുള്ള പദ്ധതിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ദൗത്യങ്ങൾ പൂർണ്ണ വിജയകരമാകുമോ എന്ന് നമുക്ക് ഇപ്പോ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്പോ ചന്ദ്രനെ കുറിച്ച് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് അവിടെ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അപകടരഹിതമായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മനുഷ്യനെ അങ്ങോട്ട് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം വേറെയാണ്. കാരണം നേരത്തെ പറഞ്ഞ ശീതയുദ്ധ കാലത്ത് എന്തുകൊണ്ട് അമേരിക്കൻ പൗരന്മാർ അല്ലെങ്കിൽ അമേരിക്കൻ പതാക അവിടെ പാറണം, അമേരിക്കക്കാരൻ അവിടെ കാലുകുത്തണം എന്നുള്ള വാശിപ്പുറത്താണ് അമേരിക്ക ഇത് ചെയ്തത്. അതേ വാശി ഇപ്പോൾ ട്രംപിന് വീണ്ടും ഉണ്ടായിരിക്കുന്നു. 2019 ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ മനുഷ്യനെ എത്തിച്ചുകൊണ്ടുള്ള ചാന്ദ്ര ദൗത്യങ്ങൾ പുനരാരംഭിക്കാൻ നാസയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഇത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കാര്യം ഭാരിച്ച സാമ്പത്തിക ചെലവ്, അതേപോലെ ഒരുപാട് ഇതുവരെ നടത്തിയ അപ്പോളോ ദൗത്യങ്ങളുടെ ഭാഗമായി ഒരു ഇമേജ് ബിൽഡിംഗ് പ്രോസസ് എന്നതിനപ്പുറം കാര്യമായ ശാസ്ത്രീയമായ യാതൊരു മെച്ചവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ വീണ്ടും ഈ മനുഷ്യനെ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അമേരിക്കയുടെ ആ പ്രൗഢി വിളിച്ചോതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2019 ട്രംപ് ഈ ദൗത്യം പുനരാരംഭിക്കാൻ പ്രഖ്യാപിച്ച് തൊട്ടു പിന്നാലെ ചൈനയും ഒരു പ്രഖ്യാപനം നടത്തി. 2030 ചൈന മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാൻ പദ്ധതി ഇടുന്നു. അപ്പൊ ഇതറിഞ്ഞതോടുകൂടി അമേരിക്ക വേവലാതിപ്പെടുകയാണ്. അവർ എത്രയും പെട്ടെന്ന് മനുഷ്യനെ അവരുടെ രീതിയിൽ, അതായത് ചൈന അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആൾക്കാർ അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ചന്ദ്രദൗത്യം അത് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ആളില്ലാ പേടകം നേരത്തെ വിക്ഷേപിച്ചു. ആളുകളെ വഹിച്ചുകൊണ്ടുള്ള ഈ പേടകം ഈ വരുന്ന ഫെബ്രുവരിയിൽ വിക്ഷേപിക്കും. പക്ഷെ അവര് ചന്ദ്രനിൽ ഇറങ്ങാൻ തൽക്കാലം പദ്ധതി ഇടുന്നില്ല. ഈ 4 പേരങ്ങനെ സംഘം അവിടെ എത്തിയിട്ട് ചന്ദ്രനെ നിരീക്ഷിക്കുക, അതോടൊപ്പം ഈ പുതിയ സംവിധാനങ്ങളുടെ പരീക്ഷണം ഭാവി കാലത്ത് ചന്ദ്രദൗത്യങ്ങൾ നടപടിയാക്കാൻ വേണ്ടിയിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളുടെയൊക്കെ പ്രവർത്തനക്ഷമത വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അത് 2 രീതിയിൽ ഇവർ പരീക്ഷിക്കും. ഒന്ന്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത് പരീക്ഷിക്കും, ഭൂമിയെ വലയം ചെയ്തുകൊണ്ട്. പിന്നെ ചന്ദ്രന്റെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് അവിടെയും യന്ത്ര സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുശേഷം ആർട്ടമിസ് 3 എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യരെ അയക്കുമ്പോൾ അവരവിടെ കുറച്ചു കാലം താമസിക്കാൻ ഉള്ള സെറ്റപ്പുമായിട്ടായിരിക്കും പോകുക എന്നുള്ളതാണ് വിവരം. ഇപ്പൊ ചൈന 2030 മനുഷ്യരെ അയക്കാൻ പദ്ധതി ഇടുന്നു. ഇന്ത്യ 2040 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ISROയ്ക്ക് നിർദ്ദേശം നൽകിയതോടുകൂടി ഭാരതീയരെ ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ എത്തിക്കണം എന്നുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ശീതയുദ്ധ കാലത്ത് അമേരിക്ക സോവിയറ്റ് യൂണിയനോട് മത്സരിച്ചതിന് സമാനമായി ഇപ്പോ ചൈനയോട് മത്സരിക്കുന്നു. ഒരു പക്ഷേ ISROയും കൂടി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു അഭിമാന പ്രശ്നം എന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയാം. മനുഷ്യരങ്ങോട്ട് നേരിട്ട് പോകേണ്ട ആവശ്യം തൽക്കാലം ഇല്ല. അത് ഇതിനോടകം തന്നെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ ISROയുടെ തന്നെ ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് റോബോട്ടിക് വിദ്യയിലൂടെ നമ്മൾ ഇതിനോടകം ചന്ദ്രനിൽ എന്തൊക്കെ ഏറ്റവും സുപ്രധാന കണ്ടത് അവിടെ ജലസാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ISROയുടെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത്തരം നിർണായക കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് റോബോട്ടിക് സംവിധാനത്തിലൂടെ. മനുഷ്യർ നേരെ ഇതുവരെ ചെന്നിട്ട് ഇത്രയും വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളൊന്നും സാധിച്ചിട്ടില്ല. അവിടെ മനുഷ്യൻ കാലുകുത്തി എന്നുള്ള ആ ഒരു അച്ചീവ്മെന്റിനപ്പുറം കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെയും വീണ്ടും മനുഷ്യരെ ചന്ദ്രനിൽ എത്തിച്ച് ഈ ലോകരാജ്യങ്ങൾ അവരുടെ സമ്പത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അല്ലെങ്കിൽ ഒരു അഭിമാനത്തിന്റെയൊക്കെ പ്രകടന വേദിയായിട്ട് വാസ്തവത്തിൽ ചന്ദ്രനെ മാറ്റുന്നു എന്നുള്ളതാണ് വാസ്തവം. ശീതയുദ്ധ കാലത്തുണ്ടായ മറ്റൊരു സംഭവം കൂടി ചേർത്ത് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് റഷ്യ അവിടെ പേടകം ഇറക്കാൻ പോകുന്നു അല്ലെങ്കിൽ മനുഷ്യനെ ഇറക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്നപ്പോൾ ചന്ദ്രനെ ആണവായുധം ഉപയോഗിച്ച് തകർത്ത് കളയാം എന്ന് പോലും പ്ലാനിട്ട ആൾക്കാരാണ് അമേരിക്ക. അപ്പൊ അത്രയ്ക്ക് വലിയ അഭിമാന ബോധമാണ് ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഉള്ളത്. അവരെത്തിയില്ലെങ്കിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അവർക്ക് കിട്ടരുത് എന്നുള്ള മനോഭാവമാണ്. അപ്പൊ ഇത്തരം മനോഭാവങ്ങളാണ് വാസ്തവത്തിൽ ഇത്തരം ചന്ദ്ര ദൗത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം.